മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകുന്നത് ഇനി കോടതി തീരുമാനിക്കട്ടെ. സന്നാമത്തിലുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്ക് പറയാം. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂർമേട് സ്കൂളിലെ 2ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ബൊക്കെ നൽകി സ്വീകരിച്ച് പാർട്ടി പ്രവർത്തകർ, കൂകി വിളിച്ച് CPM BJP പ്രവർത്തകർ. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും ഇനി പാലക്കാട്ട് തന്നെ തുടരുമെന്നും രാഹുൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ 70% കടന്ന് പോളിംഗ്. കൂടുതൽ മലപ്പുറത്ത്. വിജയപ്രതീക്ഷയോടെ മുന്നണികൾ. ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ച് കോൺഗ്രസ് MP-മാർ. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ. വിഷയത്തിൽ CPM BJP അന്തർധാരയെന്ന ഹൈബിയുടെ. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, KS ബൈജു എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങൾ സുപ്രീം കോടതി തീരുമാനിക്കും. സുധാംശു ധൂലിയ സമിതി ഓരോ പേരുകൾ വീതം നൽകണം. അടുത്ത ബുധനാഴ്ച മുദ്രവച്ച കവറിൽ നൽകണം. കോടതി തീരുമാനം ഗവർണറും സർക്കാരും തമ്മിൽ സമവായത്തിലെത്താത്ത സാഹചര്യത്തിൽ സിസ തോമസിന്റെ കാര്യത്തിലാണ് എതിർപ്പെന്ന് സർക്കാർ. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതി. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും വസ്തുതകൾ പരിഗണിക്കാതെയുള്ള ഉത്തരവാണ് കോടതിയുടേതെന്നും ഹർജി. രാഹുലിന്റെ ഒളിവ് ജീവിതം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാട് കുന്നത്തൂർമേട് ബൂത്തിൽ വോട്ട് ചെയ്യാനായിട്ട് എത്തി. വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. MLA വാഹനത്തിലായിരുന്നു രാഹുൽ എത്തിയത്. ബൊക്കെ നൽകിയൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചപ്പോൾ കൂകി വിളിക്കുകയായിരുന്നു CPM BJP പ്രവർത്തകർ. രാഹുലിന്റെ വരവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് KPCC നേതൃത്വം പറയുന്നത്. എല്ലാം കോടതി തീരുമാനിക്കുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു. ഇനി പാലക്കാട് തന്നെ തുടരുമെന്നാണ് MLA പറയുന്നത്. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകുന്നത് ഇനി കോടതി തീരുമാനിക്കട്ടെ. സന്നാമത്തിലുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്ക് പറയാം. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ്. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഒന്നും പ്രതികരിച്ചിട്ടില്ലാതെ മാത്രമല്ല ഈ പാർട്ടി നടപടി എങ്ങനെയാണ് കാണുന്നത്? പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിങ്ങളിനി എത്ര നേരം നിന്നാലും ഇവിടെ ഞാൻ പറയും. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകും. വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. മാധ്യമപ്രവർത്തകർ തുടരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന ചായ കുടിച്ച് ചെറുചിരിയോടുകൂടി മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നേരിടുകയാണ്. അവസാനം ഒഴിഞ്ഞു മാറുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പാലക്കാട് തന്നെ ഇനി തുടരും. ഇനി ഒളിവില്ല, ഒളിവ് ജീവിതം ഇല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയാണ്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തന്നെയാണ്. പോളിംഗ് 70% കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. നിങ്ങളുടെ പ്രതിനിധികൾ റെഡിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ്, മലപ്പുറത്ത് നിന്ന് TK രവീന്ദ്രൻ, കോഴിക്കോട് നിന്ന് വർഷ, കണ്ണൂരിൽ നിന്ന് അജയ്നാഥ്, വയനാട് നിന്ന് രതീഷ് കുഞ്ചത്തൂർ, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം എന്നിവരൊക്കെ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നായും വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ് കുമാർ, വിനേഷ്, നമുക്കിപ്പോൾ അവസാന നിമിഷമാണ്. ശരിക്കും 6 മണിക്ക് തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ വരിയിൽ നിന്നവർക്കൊക്കെ വോട്ട് ചെയ്യാൻ അവസരമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? കഴിഞ്ഞോ അതോ ഇനിയും ആളുകൾ ഉണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തളി, കോഴിക്കോട് നഗരത്തിലെ തളി സാമൂതിരാജ സ്കൂളിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരാണ്. ഏറെക്കുറെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്യൂവിലൊന്നും നിലവിൽ ആളുകളൊന്നുമില്ല. നഗരത്തിലെ മിക്ക സ്കൂളുകളിലെയും പോളിംഗ് ബൂത്തുകളിലെയും അവസ്ഥ ഇതാണ്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം പോളിംഗ് വൈകിയ സ്ഥലങ്ങളുണ്ട്, വൈകിയ പോളിംഗ് ബൂത്തുകളുണ്ട്. അവിടെ മാത്രമാണ് ഇപ്പോൾ വൈകിയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഏറെക്കുറെ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.
കഴിയുന്നത്. ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഏറ്റവും അവസാനം, അതായത് ഈ 6 മണിക്ക് പോളിംഗ് ബൂത്ത് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വിവരമനുസരിച്ചാണെങ്കിൽ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ 75.88% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ മൊത്തമുള്ളത് 20,35,631 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആകെ 26,82,682 വോട്ടർമാരാണുള്ളത്. ഇതിലാണിപ്പോൾ ഇത്രയും പേർ, 20 ലക്ഷത്തി ചില്ലാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഈ ശതമാന കണക്കിന് വളരെ കൃത്യമായ ഒരു കണക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഒരു ക്രോഡീകരണം നടക്കേണ്ടതുണ്ട്. അത് ഇനിയും സമയം പിടിക്കും. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ തവണ 79% കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഏറെക്കുറെ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ കുറച്ച് നേരത്തെ ഉള്ളൊരു വിവരം അനുസരിച്ച് നമുക്ക് 80 മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ കണക്കൂട്ടിയിരുന്നത്. പക്ഷേ അത്ര എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിലെ കോർപ്പറേഷനിലെ ഒരു കണക്ക് മാത്രം വെച്ച് നമുക്ക് കാര്യങ്ങൾ അങ്ങനെ വിശകലനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഗ്രാമീണ മേഖലകളിലെ വോട്ട് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ചെയ്തിരിക്കുന്ന വോട്ട്, അതിന്റെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇപ്രകാരമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കണക്ക് വരികയാണെങ്കിൽ വെറും 67.95% ആളുകൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക്, അവിടുത്തെ ആകെയുള്ള പോളിംഗ് അത് മാത്രമാണ്. കൊയിലാണ്ടി നഗരസഭയിൽ എത്തുമ്പോഴത്തേക്ക് 75.18 വരുന്നുണ്ട്. വടകരയിൽ 76% മുകളിൽ വരുന്നുണ്ട്. പയ്യോളിയിലാവട്ടെ 75% മുകളിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് രാമനാട്ടുകരയാണ്, 80% മുകളിലാണ്. ഫറോക്കിൽ 75% മുകളിലുണ്ട്. കൊടുവള്ളിയിൽ 76% മുകളിലുണ്ട്. മുക്കം 78% മുകളിലുണ്ട്. ഇത് 5:54 പുറത്തു വന്ന ഒരു കണക്കാണ്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് എല്ലാം നഗരസഭകളിലാണ്. ഗ്രാമീണ മേഖല, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ ഇതിലും കൂടുതൽ ശതമാനമുണ്ട്. 80% മുകളിൽ എല്ലാം എത്തിയതാണ്. മിക്കവാറും എല്ലാം തന്നെ ഇപ്പോ നേരത്തെ വന്ന കണക്കനുസരിച്ചാണെങ്കിൽ 5 മണിയുടെ കണക്കനുസരിച്ച് 5 മണിക്ക് തന്നെ അഴിയൂര് മുതൽ ഏകദേശം ചോറോട് വരെ 70% മുകളിലാണ്. അതിൽ 70% മുതൽ 79% വരെയുണ്ട്. ഏറെക്കുറെ നമ്മൾ കണക്കൂട്ടുന്ന കഴിഞ്ഞ തവണത്തെ 79%ലേക്ക് തന്നെ ഇത്തവണയും എത്തിയേക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. എന്തായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളും വെബ്കാസ്റ്റിംഗും ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ. വിനേഷ് ഒന്ന് തുടരുക. ഞാനൊന്ന് തൃശൂർ വരെ പോവുകയാണ്. അവിടെ ഹരീഷ് ഉണ്ട്. ഹരീഷ്, തൃശൂരിലെ ചിത്രം എങ്ങനെയാണ്? കോഴിക്കോട് വിനീഷ് പറയുന്നതാണെങ്കിൽ അവിടെ ഏകദേശം എല്ലാം പൂർത്തിയായി വരുന്നു എന്നുള്ളൊരു കാര്യം. തൃശ്ശൂരിൽ എങ്ങനെയാണ്? എല്ലാം പൂർത്തിയായോ? ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ചിത്രം? ശ്രീജ, തൃശ്ശൂരിലെ പല ബൂത്തുകളിലും ഇപ്പോൾ വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളവർമ്മ കോളേജിലുള്ള ബൂത്തിലാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏകദേശം ഈ ഒരു വോട്ടിംഗ് പൂർത്തിയായി. അത് അവസാനിപ്പിക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ഇവിടുത്തെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ. പല സ്ഥലങ്ങളിലും ഇതോടുകൂടി തൃശ്ശൂരിൽ വോട്ടിംഗ് അവസാനിച്ചതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കുറച്ച് ബൂത്തുകളിൽ മാത്രമേ ഇപ്പോഴും വോട്ടിംഗ് നടക്കുന്നുള്ളൂ. അത് പ്രധാനമായും രാവിലെ യന്ത്ര തകരാറുകൾ ആ ബൂത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ അല്പം കൂടി സമയം വൈകിട്ടുള്ളത്. എന്നാൽ ഉടനെ തന്നെ ആ ബൂത്തുകളെല്ലാം തന്നെ ഈ വോട്ടിംഗ് അവസാനിപ്പിച്ച് അതിന്റെ അവസാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വോട്ടിംഗ് അവസാനിപ്പിച്ച ഉദ്യോഗസ്ഥർ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. ബാക്കിയുള്ള പല ബൂത്തുകളിലും ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വോട്ടിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഉച്ചവരെ വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം തന്നെ പെട്ടെന്ന് ആ ഒരു പോളിംഗ് ശതമാനം കൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത്. കാരണം ഈ ആളുകൾ കൂടുതൽ ആ ഒരു സമയത്താണ് എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ രണ്ടാം ഭാഗത്തിലാണ്, വോട്ടിങ്ങിന്റെ രണ്ടാം ഭാഗത്തിലാണ്, ആദ്യ പകുതിയിലല്ല. അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ തൃശ്ശൂരിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തി തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. സമാനമായി തന്നെ ഈ മറ്റ് ചില ബ്യൂറോകളിൽ മാത്രം ഇത്തരത്തിലുള്ള യന്ത്രത്തകരാറുകൾ ഉണ്ടായിരുന്നു. ചില ബ്യൂറോകളിൽ ഇത്തരത്തിൽ കള്ള വോട്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ചാൽ തൃശ്ശൂരിൽ വളരെ സ്വാഭാവികമായി അല്ലെങ്കിൽ വളരെ സുഗമമായി തന്നെയാണ് വോട്ടിംഗ് ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായത്
എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വലിയ നേതാക്കൾ, അതായത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും സാംസ്കാരിക, സാമൂഹിക, സിനിമാ രംഗത്തെ പ്രമുഖരൊക്കെ ഈ ആദ്യ പകുതിയിൽ തന്നെ, അതായത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. അതിനുശേഷം സാധാരണ സമുദായ, അതായത് പൗരന്മാരെ, വോട്ടേഴ്സ്, അവരാണ് രണ്ടാം പകുതിയിൽ പ്രധാനമായും വോട്ട് ചെയ്തത്. അതായത് ജോലി കഴിഞ്ഞ് എത്തിയ ആളുകളുണ്ട്, ആദ്യം രാവിലെ ജോലിക്ക് പോയി അതിനുശേഷം എത്തിയ ആളുകളുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ ഒരു പോളിംഗ് ഉയർന്ന ഒരു കാഴ്ച നമുക്ക് തൃശ്ശൂരിലെ വിവിധ ബ്യൂറോകളിൽ, വിവിധ സ്റ്റേഷനുകളിൽ, പോളിംഗ് സ്റ്റേഷനുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ജനത്തിരക്ക്, രാവിലെ മുതൽ ഉള്ള ജനത്തിരക്ക് ഈ ഒരു അവസാന നിമിഷവും നീണ്ടു നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 6 മണിയായതോടുകൂടി തന്നെ ഇവിടെയൊക്കെ ഈ ഒരു കേരള വർമ്മ കോളേജിലെ ഈ ഒരു വോട്ടിംഗ് അത് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ആ ഒരു അവസാനഘട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു വോട്ടിംഗ് പൂർണ്ണമായും അത് പൂർത്തിയായ ഒരു നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ മറ്റ് പോളിംഗ് സ്റ്റേഷനുകളും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അതിന്റെ ഈ വോട്ടിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ് മൂന്ന് മുന്നണികൾ. ഹരീഷ്, ഈ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യത്യാസം തോന്നുന്നത്? കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം കോവിഡ് മഹാമാരി കാലത്തായിരുന്നു ഈ ഒരു പോളിംഗ് നടന്നത്. അന്ന് വലിയ തോതിൽ പോളിംഗ് ശതമാനം ഉയരുകയും ഇടതുപക്ഷത്തിന് അത് അനുകൂലമാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തവണ എങ്ങനെയായിരുന്നു ആ ഒരു രീതി? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടുള്ള ഒരു സെമി ഫൈനലായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ കോവിഡ് സമയമായതിനാൽ തന്നെ പല മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പല നിബന്ധനകളോടുകൂടിയായിരുന്നു ആ സമയത്ത് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകൾ പൊതുവെ കുറവായിരുന്നു. പലരും പേടിച്ച് ഈ കോവിഡ് സമയമായതിനാൽ തന്നെ പുറത്തു വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമ്പർക്കം ഉണ്ടാവുന്ന പേടിയുള്ളതിനാൽ തന്നെ പലരും വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യം ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഇത്തരത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. പണ്ടത്തെ അപേക്ഷിച്ച് ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു രണ്ടാം പകുതിയിലുള്ള പെട്ടെന്നുള്ള ഈ ഒരു പോളിംഗ് ശതമാനത്തിലുള്ള ഉയർച്ച. അത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ രാവിലെ എല്ലാം സൂചിപ്പിച്ചത് ഏകദേശം 27 ലക്ഷത്തി ചില്ലാനം ആളുകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വോട്ടേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പുതിയ കന്നി വോട്ടേഴ്സ് ഏകദേശം 50,000-ൽ പരം ആളുകൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ച, പണ്ടത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ച തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നിഷ്പക്ഷമായി പറയാം. അതുകൊണ്ട് തന്നെ ഈ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിന് വിവിധ ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. 6 മണി മുതൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിരയാണ് കാണാൻ സാധിച്ചത്. അതായത് മോക്ക് പോളിന്റെ സമയത്ത് തന്നെ നീണ്ട നിര കാണാൻ സാധിച്ചു. അതിനുശേഷം 7 മണിക്ക് ഈ ഒരു വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ തിരക്ക് കാണാൻ സാധിച്ചു. സ്ഥാനാർത്ഥികളെല്ലാം പലരും ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ആണ് മറ്റ് പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ രാവിലെ പ്രതികരിക്കുകയുണ്ടായി. മന്ത്രി കെ രാജൻ, അതുപോലെ അനിൽ അക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ, സുനിൽകുമാർ ഉൾപ്പെടെയുള്ള, ആർ ബിന്ദു ഉൾപ്പെടെയുള്ള, എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. എല്ലാവരും പങ്കുവെക്കുന്ന ഒരേ കാര്യമാണ് ഉയർന്ന പ്രതീക്ഷ. അതായത് കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം. അതുതന്നെയാണ് മൂന്ന് മുന്നണികളും പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു. കോൺഗ്രസും BJP-യും ഒരു ഭരണ മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മൂന്ന് മുന്നണിയുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളുമൊക്കെ നമ്മോട് സംസാരിച്ചതും അവരെ ആത്മവിശ്വാസം പങ്കുവച്ചതും. അത്തരത്തിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ് തൃശ്ശൂരിൽ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു മത്സരം. അത്രത്തോളം മൂന്ന് മുന്നണികളും ശക്തി നേടിയിരിക്കുന്നു തൃശ്ശൂരിൽ എന്ന് വേണം പറയാൻ. ഇനി ആര് ജയിക്കും അല്ലെങ്കിൽ ആരെടുക്കും തൃശ്ശൂർ എന്ന് കണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ആ ഒരു വിധി നിർണയത്തിന്റെ നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ഒരു ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിൽ പൂർണ്ണമായ ഒരു കാര്യം അത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ജനമനസ്സ് എന്താണ്, തൃശ്ശൂരിന്റെ ജനമനസ്സ് എന്താണെന്ന് നമുക്ക് 13 തീർച്ചയായും വിമത സ്ഥാനാർത്ഥി കോർപ്പറേഷൻ ഭരണം തന്നെ UDF-ൽ നിന്ന് തട്ടിയെടുത്തതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. 4 പതിറ്റാണ്ടൊപ്പം നിന്ന MK വർഗീസിന് സീറ്റ് കൊടുക്കേണ്ടതിൽ
സീറ്റ് കൊടുക്കാത്തതിൽ കോൺഗ്രസിന് വലിയ വില തന്നെ അന്ന് നൽകേണ്ടി വന്നു. 55-ൽ 24 വീതം LDFും UDFും നേടി. വിമതനെ മേയറാക്കി 5 വർഷമാണ് അവർ ഭരിച്ചത്. എന്തായാലും പിന്നീട് മേയറുടെ ഒരു BJP താല്പര്യവും ആ ഒരു ചായവും ഒക്കെ കണ്ടു. അതൊക്കെ വലിയ വാർത്തയായി, വിവാദമായി. അതിനുശേഷം അത് വാർത്തകൾ ഒത്തിരി നിറഞ്ഞതാണ്. അങ്ങനെ അഭിമാന പോരാട്ടം തന്നെയാണ്. BJPയെ സംബന്ധിച്ചും അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു കോർപ്പറേഷനും കൂടിയാണ്. പാർലമെന്റിൽ സുരേഷ് ഗോപിക്ക് 35 ഡിവിഷനിലധികം മേൽക്കോയ്മയുണ്ടായിരുന്നു. 6 സീറ്റ് കഴിഞ്ഞ തവണ കിട്ടി. ഇത്തവണ 56 സീറ്റാണ്. ഇടത് വലത് മുന്നണികൾക്ക് വിമതർ വലിയൊരു ഭീഷണിയായിട്ട് രംഗത്തുണ്ട്. എന്തായാലും നമുക്ക് മറ്റ് ജില്ലകളിലെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. വിനേഷ് കുമാർ വീണ്ടും ചേരുകയാണ്. വിനേഷ്, കണ്ണൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിവിധയിടങ്ങളിൽ വോട്ടെടുപ്പിനിടെ സംഘർഷം ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അവിടെയൊക്കെ ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, ഏറെക്കുറെ എല്ലായിടത്തും വോട്ടെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി പ്രധാനമായും ഈ കഴിഞ്ഞ സമയങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ തകരാറുകളും മറ്റും വന്നപ്പോൾ പലയിടങ്ങളിലും പോളിംഗ് വൈകിയിട്ടുണ്ട്. വോട്ടെടുപ്പ് വൈകിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നത്. അല്ലാത്ത പക്ഷം 6 മണിയോടുകൂടി തന്നെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ തളി സാമൂതിരിരാജ സ്കൂളിലാണുള്ളത്, സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞ് പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം പുറത്ത് കിടന്നിരിക്കുന്നു. അവർ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അവരുടെ വാഹനങ്ങൾക്ക് വേണ്ടിയെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. മിക്കവാറും നഗരത്തിലെ എല്ലാ ബൂത്തുകളിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും വടകര, മറ്റുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പോളിംഗ് ഇതാകത്ത്. ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് 76%. 76% എന്ന് പറയുന്നത് അന്തിമമായ ഒരു കണക്കല്ല. ഇനിയും അതിന്റെ കൃത്യമായ ഒരു ക്രോഡീകരണം നടക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ഒരു കണക്ക് അനുസരിച്ചായിരിക്കും വരിക. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര പോലും എത്തിയിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ തവണ 79 ആണ് വന്നിട്ടുള്ളത്. 79.63 അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. 79% മുകളിലാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. പക്ഷേ അത്ര വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് എന്തായാലും ഇതിന്റെ കൃത്യമായ ഒരു കണക്ക് വരേണ്ടത്. 6:10 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കണക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അത് ഒരു അന്തിമ കണക്കല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതരുടെ വിശദീകരണം. എന്തായാലും നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, വളരെ സാധാരണ നിലയിലായിരുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ 2500 ചില്ലാനം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ പകുതിയും നിലനിൽക്കുന്ന, അതായത് 40%-ലധികവും കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സേനയും ഉണ്ടായിരുന്നു. 5000-ഓളം അധിക സുരക്ഷാ സേനയൊക്കെ നിയോഗിച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വടകര, ഒഞ്ചിയം പോലുള്ള സ്ഥലങ്ങളിലും നാദാപുരം, കുറ്റ്യാടി പോലുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇവിടെ എല്ലാം തന്നെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ, നിത്യസംഭവങ്ങളായിരുന്നു ആ സമയങ്ങൾ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അതിനുശേഷവും തെരഞ്ഞെടുപ്പ് ദിനത്തിലും എല്ലാം തന്നെ. പക്ഷേ ഇത്തവണ അതെല്ലാം തന്നെ ഏറെക്കുറെ സമാധാനപരമായിരുന്നു. ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ മാത്രമാണ് ചില ബൂത്തുകളിലും മറ്റും ഉണ്ടായിട്ടുള്ളത്. ഈ ഓപ്പൺ വോട്ട് ചെയ്യാനെല്ലാം കാര്യമായി തന്നെ ആളുകൾ എത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായി തന്നെ പ്രത്യേകിച്ച് ഈ SIRന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പ്രധാനമായും ഈ കൊടുവള്ളി പോലുള്ള സ്ഥലങ്ങൾ, കൊടുവള്ളിയും താമരശ്ശേരി, അതുപോലെ വടകര, ഈ നാദാപുരം ഭാഗങ്ങൾ, മുക്കം ഭാഗങ്ങളെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർക്കിടയിൽ വലിയൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഒരുപക്ഷെ ഭീതിയും, ആ ഭീതി കൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഒഴിവാക്കാതെ അവരുടെ പൗരത്വത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ പോവും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളും പ്രചാരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതൊക്കെ പിന്നീട് അറിയേണ്ട കാര്യമാണ്. എന്നാലും അത്തരത്തിലുള്ള ഒരു ഭീതി കൊണ്ട് തന്നെ പല ആളുകളും വോട്ട് ചെയ്യാനത്തെ രാവിലെ മുതൽ തന്നെ എത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കോഴിക്കോടിന്റെ എടുത്ത് നോക്കുമ്പോൾ കോഴിക്കോടിന് കഴിഞ്ഞ തവണത്തെ അത്ര പോലും ആളുകളില്ല, വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്ക്. ഇനി ഒരു പക്ഷേ ഇനി വരുന്ന അന്തിമ കണക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. ശരി, എന്തായാലും അന്തിമ കണക്ക് വിനേഷ് കുമാർ പറയുന്നത് പോലെ ഇനി നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കണ്ണൂരിലെ ചിത്രം ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ കേരളത്തിൽ UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കണ്ണൂരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അഭിമാന പോരാട്ടം നടന്നൊരു സ്ഥലം കൂടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഇടത് കോട്ടയാണ്. അവിടെ വലതിന് എത്രത്തോളം ആവേശമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു തിരുത്തൽ ശക്തിയായി BJP വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും അജയ് നാഥ് ചേരുകയാണ്. അജയ്, എങ്ങനെയാണ് അവിടെ വോട്ടെടുപ്പൊക്കെ പൂർത്തിയായോ? അജയ്, അവിടെ ഏതോ ഒരു ബൂത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാം അവിടെ തീർന്നോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ളൊരു വിവരം? ശ്രീജ, കണ്ണൂരിൽ അവസാനഘട്ട ശതമാനം പരിശോധിച്ചാൽ, പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ 74.72 ഇതും അന്തിമ കണക്കല്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്കാണ് 74.72. മറ്റ് കണക്കുകൾ കൂടി എടുത്ത ശേഷമായിരിക്കും അന്തിമമായിട്ടൊരു കണക്ക് ഉണ്ടാകുക. എന്തായാലും പോളിംഗ് അതിശക്തമായിട്ടുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ബൂത്തുകളെല്ലാം തന്നെ വോട്ടിംഗ് ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിൽ തന്നെയാണ്. ചില ബൂത്തുകൾ മാത്രമാണ് ക്യൂവിനുണ്ടായിരുന്ന വോട്ടേഴ്സ് അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി
ഒരു അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കനത്തൊരു പോളിംഗ് തന്നെയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, വലിയ സംഘർഷഭരിതമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് പര്യവസാനിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ തവണ കണ്ണൂർ ജില്ലയ്ക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ, കള്ളവോട്ട് ആരോപണങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു ജില്ല കൂടിയാണ്. പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. മറ്റൊന്ന്, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഇന്ന് കണ്ണൂരുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പരാമർശമായിരുന്നു. കോൺഗ്രസിനെ അത്തരത്തിലേക്ക് ലൈംഗിക ഒരു അതിക്രമം നടത്തുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറി എന്ന തരത്തിലേക്ക് അവർ കോൺഗ്രസ് അതിജീവിതകളെ അല്ലെങ്കിൽ പരാതി നൽകാൻ ശ്രമിക്കുന്ന വനിതകളെ ഉൾപ്പെടെ, പെൺകുട്ടികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കുള്ള വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും അത്തരത്തിലേക്ക് പരാമർശം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് CPM വിശേഷിച്ച് സർക്കാർ, സംസ്ഥാന സർക്കാർ CPM നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. CPM അത്തരത്തിലേക്കൊരു ഇടപെടൽ നടത്തുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശമെല്ലാം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാദേശിക സർക്കാരാണ് പ്രാദേശികമായി സ്ഥാനാർത്ഥികളുടെ ഒരു കഴിവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകതകൾ പഞ്ചായത്ത് വാർഡുകളുടെ, നഗരസഭകളുടെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എല്ലാം വികസനവും അത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും പ്രധാനമായും മുന്നണികൾ ഉന്നയിച്ചിരുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിരുന്ന അവരുടെ പ്രചാരണ ആയുധം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനമൊട്ടാകെ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ, അത്തരത്തിലേക്കുള്ള വിഷയങ്ങളാണ് പ്രധാനമായും മുന്നണികളിൽ ഉന്നയിച്ചിരുന്നത്. അതായത് LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ള, അതായത് ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് UDF മുന്നോട്ട് വന്നത്. അതേസമയം NDA യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം UDFൻ്റെയും പ്രതിപക്ഷം എന്ന നിലയിൽ UDFൻ്റെയും പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ച് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും പ്രാദേശികമായി അത്തരത്തിലേക്കുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനമായും മൂന്ന് മുന്നണികൾ ഊന്നിയത് ഈ സംസ്ഥാനത്തൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കണ്ണൂരിൽ ചിലയിടങ്ങളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CPM ബൂത്ത് ഏജന്റിനെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ലീഗ് പ്രവർത്തകരായിരുന്നു മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായത്. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പ്രദേശത്തെത്തുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ CPM പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, വനിതാ കോൺഗ്രസ് പ്രവർത്തകയെ CPM പ്രവർത്തകർ ബൂത്തിനുള്ളിൽ, അതായത് പോളിംഗ് നടക്കുന്ന ബൂത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റൊന്ന്, 1025 പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് വലിയൊരു അപകടം വിതയ്ക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമോ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മറ്റൊന്ന്, 50 ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു. അവിടെയും ഈ പറഞ്ഞ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങളില്ലാതെ സമാധാനപരമായി, ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറമായി സമാധാനപരമായി ഈ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു, അതായത് പോളിംഗ് അവസാനിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 74.72% പോളിംഗ് ശതമാനം എന്നുള്ളത്. പക്ഷേ അത് അന്തിമമല്ല, കൂടുതൽ കണക്കുകൾ പുറത്തുവരാനുണ്ട്. മുൻപ് ശ്രീജി സൂചിപ്പിച്ചപ്പോൾ തന്നെ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കണ്ണൂർ കോർപ്പറേഷൻ UDF നിലനിർത്തും, UDFൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. UDF നിലനിർത്തും എന്ന് തന്നെയാണ് മുൻ KPCC പ്രസിഡന്റും MPയുമായിട്ടുള്ള K. സുധാകരൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ നിലയിൽ തന്നെ അത് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്ക് UDF പ്രവർത്തകരുടെ ഭാഗത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വലിയൊരു ആവേശം ആ ബൂത്തുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇനി കേവലമായ ഒരു ദിവസം മാത്രമാണ് നീളുന്നത്. 13-ന് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിധിയുണ്ടാകും. എന്തായാലും കണ്ണൂർ സ്വതവേ അല്ലെങ്കിൽ സ്വാഭാവികമായും ഇടത്തേക്ക് ചെരിഞ്ഞ ഒരു സാഹചര്യമാണ് സാധാരണ കണ്ണൂരിൽ ഉണ്ടാകാറുള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2020 തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ സർക്കാർ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് വലിയ പ്രതിക്കൂട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം അത് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. അത് വലത്തേക്ക് തിരിയുമോ എന്നുള്ളതും നോക്കി കാണേണ്ടത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. മറ്റൊരു പ്രധാന കാര്യം BJP നടത്തിയിട്ടുള്ള മുന്നേറ്റമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നതിൽ, സ്ഥാനാർത്ഥികൾ അവതരിപ്പിക്കുന്നതിലെല്ലാം പോരായ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ നിർത്തുവാൻ BJPക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു മുന്നേറ്റം BJPയും ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ട് തന്നെ 13-ന്റെ ഈ ഫലപ്രഖ്യാപനം അതാണ് കണ്ണൂർ ജില്ല ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ശ്രീജ.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും സജീവ ചർച്ചാ സാന്നിധ്യമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. കോൺഗ്രസിനടക്കം ലഭിച്ച പരാതികളിൽ ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിച്ചാൽ അവരെ കൊന്നുതള്ളുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭയക്കുന്നു. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല എത്തി. മുഖ്യമന്ത്രി ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ നിലയ്ക്ക് നിർത്തണമെന്നാണ് കോൺഗ്രസ് നേതാവ് ചെന്നിത്തല പറഞ്ഞത്. സ്ത്രീ പീഡനം നടത്തിയ അനേകം പേരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചിട്ടുണ്ട്. പിള്ള നയം എടുക്കുന്നത് ശരിയല്ല. സ്വർണ്ണക്കവർച്ച കേസിൽ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സാരോപദേശം കോൺഗ്രസിന് വേണ്ടെന്നും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പീഡന പരാതികൾ ഒതുക്കി തീർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ അദ്ദേഹം നിലയ്ക്ക് നിർത്തട്ടെ. സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPM-നാണ്. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്, ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത്. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി മുഖ്യമന്ത്രി 13 ദിവസം പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. കോൺഗ്രസുകാരെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ച മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിസഭയിലും ഓഫീസിലും ഇടതുമുന്നണിയിലെ MLA-മാർക്കിടയിലും ലൈംഗിക ആരോപണം നേരിട്ട എത്ര പേരുണ്ടെന്ന് പരിശോധിക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മുൻ ഇടതുപക്ഷ MLA-ക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധന സമയമാണ്. അവിടെ നിന്നും തത്സമയം.